നമസ്കാരം. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന തീയതി വിവാദത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ തിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി വരുന്നില്ല എന്ന് അറിയിച്ചാൽ മാത്രമേ പുതിയൊരാളെ ഉദ്ഘാടകനായി നിശ്ചയിക്കൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നേരത്തെ ഈ മാസം തന്നെ ഉദ്ഘാടനം നടത്തുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം അന്നത്തെ ദിവസം ആലുവയിൽ വെച്ച് നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 30-ന് PM ഓഫീസിലാണ് അതിൻ്റെ അവസാന ഫയൽ എത്തിയിട്ടുള്ളത്. ഇന്നലെയും ചില ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഗവൺമെൻറ് കൊടുത്തു. ദിവസങ്ങൾ തന്നെ വരാൻ പറ്റില്ലെങ്കിൽ ഇനി അതങ്ങനെ വെച്ചേക്കാൻ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ നിശ്ചയമായിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും, അത്രയേ ഉള്ളൂ. പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവനയിൽ BJP നേതൃത്വം പ്രതിഷേധമുയർത്തിയതോടെ മുഖ്യമന്ത്രി തന്നെ തിരുത്തുമായി രംഗത്തെത്തുകയായിരുന്നു. മെട്രോയുടെ ഉദ്ഘാടനം മെയ് 30-ന് സർക്കാർ നിശ്ചയിച്ചിട്ടില്ല. തെറ്റിദ്ധാരണ മൂലമാണ് 30-ന് ഉദ്ഘാടനം നടക്കുമെന്ന പ്രചരണമുണ്ടായത്. പ്രധാനമന്ത്രിയുടെ സമയത്തിനായി സർക്കാർ കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി കടകംപള്ളിയുടെ പ്രസ്താവനയെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. ഇപ്പോ ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല. ഏതോ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഈ 30-ന് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തീയതി നിശ്ചയിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ തീയതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രിയെ ക്ഷണിച്ച് ഏപ്രിൽ 11-ന് മുഖ്യമന്ത്രി കത്തെഴുതിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിയിച്ചു. മെയ് 2-ാം വാരം ഉദ്ഘാടനത്തിനുള്ള തീയതി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഈ കത്തിന് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ശോഭ സുരേന്ദ്രൻ, ഹൈബി ഈഡൻ MLA, P. രാജീവ് CPIM ജില്ലാ സെക്രട്ടറി, മുൻ രാജ്യസഭാംഗം മുഹമ്മദ് ഷിയാസ്, കോൺഗ്രസ് നേതാവ് യൂസഫ്, CPM നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളും കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലുമുള്ളത്. ആദ്യം ശ്രീമതി ശോഭ സുരേന്ദ്രൻ, പ്രധാനമന്ത്രി വരണം എന്ന് നിർബന്ധമുണ്ടോ BJPക്ക്? രാഷ്ട്രീയം കാണേണ്ടതിന്റെ ആവശ്യകതയില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളുടെ മാത്രം പ്രധാനമന്ത്രി അല്ലല്ലോ. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഇത്രയും വലിയ ഒരു പ്രൊജക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കുമ്പോൾ, ആ പ്രൊജക്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ക്ഷണിക്കണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കത്ത് കേന്ദ്രത്തിലേക്ക് അയച്ചത്. അപ്പൊ അങ്ങനെ ഒരു കത്ത് കേന്ദ്രത്തിലേക്ക് അയക്കുകയും എന്നാൽ ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്നുള്ള ഒരു വിവാദപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ മന്ത്രി തന്നെയാണ്. അപ്പോൾ ഏതൊരു വിഷയത്തിലും വിവാദമുണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കേരളത്തിൽ വന്ന് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് ഏതൊരു പൗരനും ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പൊ 29-ാം തീയതി പ്രധാനമന്ത്രി അദ്ദേഹം അന്താരാഷ്ട്ര വിവിധ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിലുള്ള യാത്ര നടത്തുകയാണ്. അപ്പൊ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഡേറ്റ് എല്ലാം തന്നെ ഇതെല്ലാം കൃത്യമായിട്ടുള്ള അറിയിപ്പും അറിവും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ട്, നമ്മുടെ ഭരണകൂടത്തിനുണ്ട്. അങ്ങനെ ഇരിക്കെ 30-ാം തീയതി പ്രധാനമന്ത്രി വന്നില്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എന്ന് ഒരു വകുപ്പ് മന്ത്രി അറിയിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിവ് കിട്ടിയിട്ടുണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടും ഇത് പെട്ടെന്നൊരു ദിവസം നിശ്ചയിച്ചിട്ടുള്ളതല്ലല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ടൂർ പ്രോഗ്രാം. അതായത് 2.5 മാസം മുൻപ് തീരുമാനിച്ചിട്ടുള്ള, പത്രങ്ങൾ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇതുപോലെയുള്ള വളരെ പ്രമുഖമായിട്ടുള്ള വിഷയങ്ങളിൽ കമന്റ്സ് പുറപ്പെടുവിക്കുമ്പോൾ അത് കുറെ കൂടി അദ്ദേഹത്തിന് ആലോചിച്ച് പറയാമായിരുന്നു. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അത് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ആ വിഷയം അവിടെ നിൽക്കുകയാണ്. തുടരുക. P. രാജീവ് CPIM ജില്ലാ സെക്രട്ടറി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ P. രാജീവ്, എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ തലവൻ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞത്? ഇത് കേന്ദ്രത്തിന്റെ കൂടി പങ്കാളിത്തമുള്ള ഒരു പ്രൊജക്റ്റാണ്. അവിടെ കേന്ദ്ര സഹകരണം ഉറപ്പുവരുത്തുന്നതിന് പകരം ഒരു ഏറ്റുമുട്ടൽ രാഷ്ട്രീയം എന്തുകൊണ്ട്? ഒരു വിവാദത്തിന്റെയോ ഏറ്റുമുട്ടലിന്റെയോ ഒരു കാര്യം ഈ പ്രശ്നത്തിൽ വിളിക്കുന്നേയില്ല. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആര് വേണമെങ്കിലും കൊച്ചി മെട്രോയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഉദ്ഘാടനം നടത്തുന്നതിനുള്ള പരിപാടി, ആ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കേണ്ട ഇവന്റ് മാനേജ്മെന്റ് കമ്പനി, ആ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആരാകണമെന്ന് നിശ്ചയിക്കാനുള്ള ബിഡ് അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. 30-ാം തീയതി ആണെങ്കിൽ 2 ആഴ്ചത്തെ സമയം കഴിഞ്ഞ് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ബിഡ് ക്ലോസ് ചെയ്യുന്ന തീരുമാനം KMR എടുക്കില്ലല്ലോ.
മുഖ്യമന്ത്രി വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി തന്നെയാണ് മെട്രോ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ അദ്ദേഹം അത് വളരെ വ്യക്തമാക്കിയിരുന്നു. ഡൽഹി മെട്രോ മാത്രമാണ് പ്രധാനമന്ത്രിയും അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതും ചേർന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ മെട്രോയും അതാത് സംസ്ഥാന മുഖ്യമന്ത്രിമാരും അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററുമാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പക്ഷേ കേരളത്തിന്റെ ഒരു വികാരമാണ് കൊച്ചി മെട്രോ എന്നുള്ളത് കൊണ്ട് പ്രധാനമന്ത്രി തന്നെ വരണം എന്നൊരാഗ്രഹം സംസ്ഥാന സർക്കാർ പ്രകടിപ്പിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ കത്തിന്റെ മറുപടി അടിസ്ഥാനത്തിൽ മാത്രമേ ഉദ്ഘാടന ചടങ്ങ് തീരുമാനിക്കുള്ളൂ. അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രം അർബൻ ഡെവലപ്മെന്റ് മന്ത്രിയുടെ സൗകര്യം കൂടി മുഖ്യമന്ത്രിയുടെ സൗകര്യവും രണ്ടുപേരുടെ സൗകര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കും സാധാരണഗതി ഉദ്ഘാടനം നിർവഹിക്കുക. ഇതിനകത്ത് മറ്റ് വിവാദങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് കാര്യങ്ങളാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്ന്, ആർക്കും വേണ്ടി അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ വരികയാണ് എങ്കിൽ മുഖ്യമന്ത്രി മെട്രോ ഉദ്ഘാടനം ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മന്ത്രിസഭ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ പരിപാടി ചെയ്യണം എന്നാണ്. അപ്പോൾ ഇക്കാര്യത്തിലൊരു കൃത്യമായ സ്ക്രിപ്റ്റോട് കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നതിനാൽ അതിനെ വെറുമൊരു നാക്കുപിഴയായി കാണാൻ കഴിയുമോ? അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു പരാമർശം നടത്തിയത് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം, ഈ ഗവൺമെന്റും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഇത് സംബന്ധിച്ച് വലിയ രൂപത്തിലുള്ള പ്രചാരണം നടത്തി തങ്ങളുടേതാണ് എന്ന മട്ടിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ പ്രചരിപ്പിക്കുക അങ്ങനെ ഒരു സന്ദർഭവും വിനിയോഗിച്ചിട്ടേ പോലുമില്ല. എനിക്കൊന്ന് KMRന്റെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ സേഫ്റ്റി കമ്മീഷനെല്ലാം പരിശോധിക്കുമ്പോൾ അതിന് മുൻപ് മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുക, അതിന്റെ ഒരു വാർത്ത കൊടുക്കുക, ഇത്തരം ചില ആവശ്യങ്ങൾ വരെ മുന്നോട്ട് വയ്ക്കുമ്പോഴും അത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം കഴിയുമെങ്കിൽ മഹാരാജാസ് വരെ എത്തിച്ചിട്ട് തുടങ്ങുക എന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ശ്രീധര സാറിനെ പോലുള്ള ആളുകൾ അത് പാലാരിവട്ടം എത്തുമ്പോൾ തന്നെ ഉദ്ഘാടനം നടത്തേണ്ടതുണ്ട്, അങ്ങനെയാണ് നേരത്തെ പല മെട്രോകളും രസദൂരത്തിൽ തുടങ്ങിയിട്ടാണ് പിന്നീട് മുന്നോട്ട് പോയിട്ടുള്ളൂ. ആ അഭിപ്രായമെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നേരത്തെയുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അത് സംബന്ധിച്ച് 30-ാം തീയതി ഒന്നും നിലപാടെ സ്വീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ അസൗകര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയാണെങ്കിൽ മറ്റ് മെട്രോ എല്ലാം ചെയ്തതുപോലെ അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററുടെയും മുഖ്യമന്ത്രിക്കും ഒരേപോലെ സൗകര്യമുള്ള ഒരു തീയതി ഏതാണോ ആ തീയതിയിലായിരിക്കും ഉദ്ഘാടനം നടത്തുക എന്നുള്ളത്. പക്ഷേ ഈ ശ്രീധരൻ സാറിനെ പോലെയുള്ള ആളുകൾ ഇതിങ്ങനെ അനന്തമായി പോകരുത് എന്ന് കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആവശ്യപ്പെടുകയുണ്ടായി. എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടതുണ്ട് എന്ന ആവശ്യം പല കോണിൽ നിന്ന് വരുന്നുണ്ട്. ആ അഭിപ്രായം കൂടി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തിൽ നിന്ന് ഏതാണോ തീരുമാനം ആ തീരുമാനം ഏതാണെന്ന് പെട്ടെന്ന് അറിയാൻ ശ്രമിക്കുകയുമാണ് ഗവൺമെന്റും KMRലും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായിരുന്ന KMRന്റെ മാനേജിംഗ് ഡയറക്ടർ ഇതേ ആവശ്യം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അർബൻ ഡെവലപ്മെന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയും മിനിസ്റ്ററുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് യാതൊരു വിധത്തിലും കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ട ഒരു കാര്യവുമില്ല. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സംയുക്തമായ പദ്ധതിയാണ്. ആ പദ്ധതി ആ രൂപത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാനാണ് സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ ചടങ്ങിന് ക്ഷണിച്ചാൽ വരുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് MP രാജേഷ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി, IITയുടെ ശിലാസ്ഥാപന ചടങ്ങിന് പ്രകാശ് ജാവ്ദേക്കറെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വിളിക്കുമ്പോൾ ഒരു ഡേറ്റ് പറയും, പിന്നീട് ആ ഡേറ്റ് വരാൻ കഴിയില്ല എന്ന് പറയും, പിന്നെ വേറൊരു ഡേറ്റ് കൊടുക്കും. ആ നിലയിൽ വലിയ തോതിൽ കേരളത്തെ ഇട്ട് കളിപ്പിക്കുകയാണ്. ഈ സ്ഥിതിവിശേഷം എങ്ങനെ ഉണ്ടാകുന്നു? MP രാജേഷ് തന്നെ ഫേസ്ബുക്കിൽ പറയുന്നത് പ്രാദേശികമായി ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങളൊക്കെ ഒരുപക്ഷെ CPM-ഉം BJP-യും തമ്മിലുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് BJP-യുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും അറിയിക്കുന്നുണ്ടോ? നോക്കൂ, ഇത് വളരെ അത്ഭുതകരവും അതുപോലെ തന്നെ അത്യന്ത ലജ്ജാകരവുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, രാജേഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. കാരണം പാലക്കാട് നമ്മുടെ കേരളത്തിൽ നിന്ന് മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അവർ നാളിതുവരെ പഠിക്കാൻ പോയിരുന്നത് കാൺപൂർ യൂണിവേഴ്സിറ്റിയിലും ഡൽഹി IITയിലും ഗോരഖ്പൂരിലും ഒക്കെ ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിനകത്ത് ഒരു IIT കിട്ടിയത് ഇവിടെ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഇപ്പൊ ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട രാജേഷ് MP-യുടെ ഇടപെടൽ കൂടി ഉണ്ടായിട്ടല്ല IIT പാലക്കാട്ടേക്ക് കിട്ടിയത്. ആദ്യം ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത ഉടൻ ആ സമയത്ത് അന്ന് സ്മൃതി ഇറാനിജി ആയിരുന്നു ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഡൽഹിയിൽ ഏതാണ്ട് ഒരു 11 ദിവസത്തോളം നിൽക്കാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കും. ഞങ്ങൾ ആരും തന്നെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ല. മന്ത്രിയുമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞാൻ ഉൾപ്പെടെയുള്ള
ഉൾപ്പെടെയുള്ള, എനിക്കത് കൃത്യമായി പറയാം, പക്ഷെ ഞാനൊരു പൊതുവേദിയിൽ പ്രേക്ഷകർക്കിടയിൽ അത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു രാഷ്ട്രീയത്തിന്റെയും സ്വാധീനം കൊണ്ടല്ല ഈ നമ്മുടെ നാട്ടിലേക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ രാജേഷ് MP മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് ആ ചിഹ്നത്തിൽ ജയിച്ച ആളല്ലേ? പാലക്കാട്ടേക്ക് IIT വേണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, ഇതൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള നിലപാടാണ്. നേരെ മറിച്ച് നമുക്കൊരു IIT വേണം എന്ന് തീരുമാനമെടുക്കുകയും അത് ചർച്ച വരികയും ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഭൂമി എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാൻ സാധ്യതയുള്ള സ്ഥലം ചോദിച്ചപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് മിസ്റ്റർ നികേഷ്. അങ്ങനെ വന്ന ഒരു IIT, ആ IITയുടെ ഉദ്ഘാടന വേളയിൽ തീർച്ചയായിട്ടും പ്രകാശ് ജാവേദ്കർക്ക്, അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വരണം എന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടാകും. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് രാജ്യം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്, വലിയ ഒരു വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു വലിയ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ വലിയ വലിയ ചർച്ചകളും പ്രവർത്തനങ്ങളും മന്ത്രിയുടെ ചുമതലയും എല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരുപക്ഷെ വരുന്ന ദിവസം അദ്ദേഹത്തിന്റെ കൂടി സൗകര്യം ഇടയ്ക്കിടയ്ക്ക് ഒരു പക്ഷെ ചോദിക്കേണ്ടി വരും. അതിനകത്ത് എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയം കാണുന്നത്? അപ്പൊ ഞങ്ങളാണോ രാഷ്ട്രീയം കാണുന്നത്? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഗവൺമെന്റിൽ, നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിനകത്തിരിക്കുന്ന വകുപ്പ് മന്ത്രിമാർ, അവർ എത്രയും കൂടുതൽ തവണ കേരളത്തിലേക്ക് വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിലുള്ള വികസനമില്ലായ്മയെ കുറിച്ച് അവർക്ക് കാണാൻ സാധിക്കൂ. നമ്മൾ സാംസ്കാരിക കേരളമാണ്, പക്ഷെ നമുക്ക് നെല്ല് സംഭരിക്കാൻ പോലും, അത് സംഭരിച്ച് അതൊന്ന് അരിയാക്കി അത് വിപണനം നടത്താൻ പോലുമുള്ള സാധ്യതയില്ലാത്ത നമ്മുടെ നാടാണ് ഈ നെൽകർഷകരുടെ നാട്. പാലക്കാട് വരണ്ടുണങ്ങുന്നു, ആലപ്പുഴയിലെ കുട്ടനാട് വരണ്ടുണങ്ങുന്നു. എവിടെ എന്താണ് നമുക്ക് കേരളത്തിനകത്തുള്ളത്? അപ്പൊ കേരളത്തെ സംബന്ധിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ശ്രീമാൻ നികേഷ്, ആഗ്രഹിക്കുന്നത് കേരളത്തിലേക്ക് എല്ലാം കിട്ടണമെന്നാണ്. അങ്ങനെ കിട്ടാൻ വേണ്ടി കേന്ദ്രമന്ത്രിമാർ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് നല്ല കാര്യമായിട്ടല്ലേ കരുതുക? അതിനകത്ത് എവിടെയാണ് രാഷ്ട്രീയം കാണാൻ സാധിക്കുക? ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ, ഇവിടെ ശ്രീധരൻ സാറിനെ പോലെ പ്രഗത്ഭനായിട്ടുള്ള ആളാണല്ലോ ഇതിന് മുന്നിൽ നിൽക്കുന്നത്. 11/4 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുന്നത്. ഇതുവരെ വരുമെന്നോ വരില്ല എന്നോ ഉള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഒരു ചോദ്യം, മുഖ്യമന്ത്രി ഇത്തരം പ്രധാനപ്പെട്ട പ്രൊജക്ടുകൾക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നത് വെറും കത്തുകൊണ്ട് മാത്രമാണോ? നേരിട്ട് ക്ഷണിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ തരത്തിലുള്ള അസ്വാരസ്യം യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും മന്ത്രിമാരുടെ ഓഫീസിനെയും ബാധിക്കുന്നുണ്ടോ? ിലേക്ക് മടങ്ങിയെത്താം. നിങ്ങൾ യൂസഫ്, ഏത് നിലയിലാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? പ്രധാനമന്ത്രി വരുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം തുടരാൻ പാടുണ്ടോ? തീർച്ചയായും പ്രിയപ്പെട്ട ശോഭന സുരേന്ദ്രൻ വിവാദമുണ്ടാക്കുന്നത് ബഹുമാനിയായ സഹോദരിയും അവരുമാണ്. ഈ ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ വികസനം. അതുകൊണ്ടാണ് കേരളത്തിന്റെ പല കാര്യങ്ങളെ സംബന്ധിച്ചും, പൈപ്പ് ലൈനിന്റെ കാര്യം, വലിയ റോഡിന്റെ കാര്യം, അതുപോലെ തന്നെ മെട്രോന്റെ കാര്യം, എല്ലാ കാര്യത്തിലും വ്യക്തമായ നിലപാടും കാഴ്ചപ്പാടും ഈ ഗവൺമെന്റുണ്ട്. അത് വികസനത്തിന്റെ ആശയം വെച്ചുകൊണ്ട് പിണറായി രാഘവൻ നേതൃത്വം കൊടുക്കുന്ന ഇവിടെ നമുക്ക് ആവശ്യം എത്രയും പെട്ടെന്ന് ഈ മെട്രോ ജനങ്ങൾക്ക് ഗുണപരമാക്കി മാറ്റണം. ഈ മെട്രോ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും അങ്ങേയറ്റം പ്രവർത്തിച്ചാൽ ബഹുമാന്യനായ ശ്രീ VR കൃഷ്ണയ്യരെ നമുക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം നമ്മെ വിട്ടുപോയി. അതുപോലെ തന്നെ ഇവിടെ ഒട്ടേറെ MPമാരുണ്ടായി. പ്ലീസ്, രാജീവ് ആ കാര്യത്തിൽ എടുത്ത നിലപാട്. അതുപോലെ 2006 തന്നെ ഞാൻ എന്റെ ചരിത്രം പറയാനില്ല, MLA ആയിരിക്കുമ്പോൾ അന്നത്തെ VS ഗവൺമെന്റ് എടുത്തുള്ള സമീപനം, ഇങ്ങനെ മെട്രോ ഈ എറണാകുളത്ത് കൊണ്ടുവരണമെന്ന് സംബന്ധിച്ച് വിവിധ സന്ദർഭത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ മെട്രോ അഴിമതിയില്ലാതെ എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടി ബഹുമാന്യനായ ശ്രീധരനെ കൊടുക്കുന്നതിന് വേണ്ടി നിലപാടെടുത്തവരാണ് ഈ കേരളത്തിലെ LDF ഗവൺമെന്റ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തുറന്നു കൊടുക്കുന്ന അഭിപ്രായത്തിൽ ഗവൺമെന്റിന്റെ സമീപനത്തോടൊപ്പം നമ്മൾ നിൽക്കുന്നത്. പ്രവർത്തനം തുടങ്ങേണ്ട സാഹചര്യമുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ 1 വർഷക്കാലം പൂർത്തിയാകുന്ന ഈ ആഘോഷം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനമാണ് ഈ വിവാദത്തിന് ഇട നൽകിയിരിക്കുന്നത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഈ വാർത്താ സമ്മേളനത്തിൽ 30-ാം തീയതി പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞത് പ്രിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. മന്ത്രിസഭാ യോഗം കൂടി എടുത്ത തീരുമാനമാണ് പറഞ്ഞത്. ആ യോഗം കൂടി എടുത്ത തീരുമാനമാണ് മുഖ്യമന്ത്രി തന്നെ മന്ത്രിയെ തള്ളിക്കൊണ്ട്
അത് തന്നെ തിരുത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നയപരമായി എടുക്കുന്ന തീരുമാനവും മറ്റു തീരുമാനങ്ങളും ഒക്കെ വിവാദം മാത്രമാണ്. അപ്പോൾ വിവാദങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനമായി ഈ ഒരു വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുന്നു. ശരിക്കും 2013 ജൂൺ മാസം 6-ാം തീയതി ഇതിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും അന്ന് DMRCയുടെ ഇതിന് നേതൃത്വം കൊടുത്ത ഈ ശ്രീധരൻ അടക്കമുള്ള ആളുകൾ 3 വർഷക്കാലമാണ് പറഞ്ഞത്. 3 വർഷക്കാലം കൊണ്ട് 18.5 കിലോമീറ്റർ ആലുവ ബൈപ്പാസിൽ നിന്ന് തുടങ്ങി എറണാകുളത്ത് KPCC ജംഗ്ഷനിൽ എത്തിച്ചേരുന്ന 3 വർഷക്കാലം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാകുമെന്ന് പറഞ്ഞതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി പോയത് ഈ ഒരു വർഷക്കാലം കൊണ്ടാണ്. പക്ഷേ ഇതിന്റെ പ്രവർത്തനങ്ങൾ താറുമാറായി ഈ പദ്ധതി വൈകാനുണ്ടായ കാരണമുണ്ടായത്. ഇന്ന് 14 കിലോമീറ്റർ പിന്നിട്ട് ബൈപ്പാസ് മുതൽ പാലാരിവട്ടം ജംഗ്ഷൻ വരെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവാദങ്ങൾ മാത്രം ഉണ്ടാക്കി പോകുന്നത്? വിവാദങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ലേ? ശോഭാ സുരേന്ദ്രൻ, നമുക്കറിയാം പ്രധാനമന്ത്രിക്ക് പല തിരക്കുകളുള്ളതാണ്. രാജ്യത്തെയും വിദേശത്തെയും അപ്പോയിന്റ്മെന്റുകൾ അദ്ദേഹത്തിന് പരിഗണിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം 11-ാം തീയതി മുഖ്യമന്ത്രി അയച്ച കത്തിന് വരുമോ ഇല്ലയോ എന്ന് അറിയിക്കുകയാണ് എങ്കിൽ, അപ്പോൾ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഈ കൊച്ചിയിൽ ഇപ്പോൾ മെട്രോ റെയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ രാജീവ് ചൂണ്ടിക്കാണിച്ചത് ശോഭാ സുരേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. വളരെ വേഗത്തിൽ ഇത് വയബിളാക്കുന്നതിന് ഭാഗമായി ഉദ്ഘാടനം നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മൗനം പാലിക്കുന്നത് എത്രത്തോളം നീതീകരിക്കാനാവും? നോക്കൂ, അതിനു മുൻപ് 2014 ലക്നൌവിൽ ഇതുപോലൊരു മെട്രോയുടെ പദ്ധതി പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. അത് 2017 ഇനാഗ്രേഷൻ നടന്നു. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കേരളത്തിനേക്കാൾ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ സ്പീഡ് വന്നതുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനത്തെ വളരെ കൂടുതൽ, അല്ലെങ്കിൽ കുറച്ച് മാസക്കാല ഈ ഒരു രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ വളരെ വേഗത്തിൽ ലക്നൌ പദ്ധതി പൂർത്തീകരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ പ്രശ്നം 2012 അത് ശ്രീധരൻ സാറിന് തന്നെ അറിയാം, അതിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം. 2012 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പദ്ധതി ഇത്രയും കാലം നീണ്ടിരിക്കുകയാണ്. എന്താ? സ്ഥലം ഏറ്റെടുപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വൈറ്റില വരെയാണ് ഈ പദ്ധതി എത്തി നിൽക്കേണ്ടത്. ഇതിനെ ഇത്ര കിലോമീറ്റർ എന്നുണ്ട്, ഇത്ര സ്റ്റേഷൻ എന്നുണ്ട്. അതിലെല്ലാം അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ വരുത്താനും അവിടെ ഈ വിചാരിച്ച സ്ഥലത്തേക്ക് ഇത് എത്താതിരിക്കാനും ഒക്കെയുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടും ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള പല കാലാവസ്ഥയും അതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇവിടെ വിഷയം അത്രയും കാലതാമസം, പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കൂടുതൽ കാലതാമസം ഉണ്ടായിട്ടുള്ള ഒരു പദ്ധതിയാണ്, ശരിയാണ്. പക്ഷെ ആ കാലതാമസം ഉണ്ടായത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ടല്ലോ. അപ്പൊ ഇത്രയും മാസങ്ങൾ നമുക്ക് കാത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ സ്വാഭാവികമായും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീധരൻ സാറിനെ പോലെയുള്ള ആളുകൾ, ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾ, അവർ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ഉദ്ഘാടന ചടങ്ങിൽ വരണം എന്നുള്ളത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതെന്തുകൊണ്ടാണ് മാറ്റി പറയേണ്ടി വന്നത്? കാരണം അദ്ദേഹത്തിന് അറിയാം. ഇപ്പോ നോക്കൂ, ഒരു കത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരിപാടി കേരളത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി അങ്ങേക്ക് വരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുത്താൽ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ടൈമിംഗ് അറിയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോ ഇന്ന ഡേറ്റിൽ വരും എന്ന് അറിയിക്കാൻ എന്താ സാധിക്കാത്തത്? അദ്ദേഹത്തിന്റെ തിരിച്ചുവരവുണ്ട്. ആ തിരിച്ചുവരവും നമ്മൾ കൊടുത്തിട്ടുള്ള കത്തിലെ ഡേറ്റും അത് ഏകദേശം കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർക്ക് ആ സമയത്ത് പങ്കെടുക്കാൻ സാധ്യമല്ല. പങ്കെടുക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കത്ത് കിട്ടിയാൽ ഉടൻ PMO ഓഫീസ് ചെയ്യുക, പ്രധാനമന്ത്രിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യമല്ല എന്ന് ക്ലിയർ ആയിട്ട് മെസ്സേജ് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ പങ്കെടുക്കാൻ സാധിക്കുമോ, അതിനെ പറ്റിയ ഒരു ഡേറ്റ് എത്രയും പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് പരിശോധിക്കുന്നത്. അപ്പൊ ആ പരിശോധനയ്ക്ക് കാത്തു നിൽക്കാൻ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടി ഒരു കത്തയക്കാം, നേരിട്ട് പോയി ക്ഷണിക്കാം. അതവിടെ നിൽക്കട്ടെ, വേണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്, അംഗീകരിക്കുന്നു. പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് ഇത്തരത്തിലുള്ള ഒരു വിഷയം അത് തീർച്ചയായിട്ടും അത് ചർച്ചയാക്കിയിട്ടുള്ള ഒരു മന്ത്രിസഭ എന്നുള്ള രീതിയിൽ ഇതിൽ കൂടുതൽ നീതി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കും. അതല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന് ആഗ്രഹമുണ്ട് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. അത്രമാത്രമേ ഉള്ളൂ.
അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ചെന്നൈ മെട്രോ ഉദ്ഘാടനം ചെയ്തത് അസുഖമായി കിടക്കുന്ന സമയത്ത് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാലാവസ്ഥയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ മെട്രോകളും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്രയാണ്: രാഷ്ട്രീയം നോക്കരുത്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി രാജ്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് കേരള സംസ്ഥാനത്തിന് ഗുണമുണ്ടാകും. ആ അർത്ഥത്തിലാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. ശ്രീ പി രാജീവ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ഇതിനകം വന്നിട്ടുള്ളത്. ഒന്ന്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്രമന്ത്രിമാരെ കേന്ദ്ര പ്രതിനിധികളെ തൊടിയിക്കുന്നില്ല എന്ന് കുമ്മനം. MP രാജേഷ് പറയുന്നത് IIT അടക്കമുള്ള പദ്ധതികളുടെ തറക്കല്ലിടലിന് ക്ഷണിച്ചാൽ പോലും മന്ത്രിമാർ വരുന്നില്ല, പ്രാദേശികമായിട്ടുള്ള സമ്മർദ്ദം കാരണമെന്ന്. അത്തരം പ്രാദേശിക അസ്വാരസ്യങ്ങൾ ഇത്തരം പദ്ധതികളെ ബാധിക്കുന്നുണ്ടോ? അതെ, ഇതിപ്പോ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത്രാം തീയതി തന്നെ വരണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ അല്ലല്ലോ കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. ഒരു മാസം പ്രധാനമന്ത്രിയുടെ പരിപാടിയെല്ലാം ഇന്നോ തൊട്ട് തലേ ദിവസമല്ലോ നിശ്ചയിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇന്ന ദിവസമായിരിക്കും എനിക്ക് വരാൻ കഴിയുന്നത് എന്ന് കണ്ടെത്താനായി ഒരു മാസത്തിന്റെ സമയം എന്നുള്ളത് വളരെ അധികമല്ലേ. അത്രയുമായിട്ടും ഒരു ഡേറ്റ് നിശ്ചയിച്ച് നൽകാൻ കഴിയാത്തത് യഥാർത്ഥത്തിൽ ശരിയായ രീതിയല്ല. എങ്കിലും കേരളം ഇപ്പോഴും കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സൗകര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി തന്നെയാണ്. മറ്റേപ്പോ ലക്നോ മെട്രോ അതിവേഗത്തിൽ ശ്രീധരൻ തന്നെ ഇപ്പോ കൊച്ചിയുടെ സേഫ്റ്റി പരിശോധന കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് സേഫ്റ്റി പരീക്ഷകൾ ഈ സമയത്തിൽ അനുമതി കിട്ടിയിട്ടുള്ള ആദ്യത്തെ മെട്രോ കൊച്ചി മെട്രോയാണെന്ന് ശ്രീധരൻ സാർ തന്നെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അപ്പൊ മറ്റു മെട്രോകളുമൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ കൊച്ചി അതിവേഗത്തിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ കുറെ കൂടി വേഗത്തിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കെല്ലാം കേന്ദ്രത്തിന്റെ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യുക എന്ന രീതി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒരു നിശ്ചിത വിഹിതം കേന്ദ്രവും മറ്റ് വിഹിതം സംസ്ഥാനവുമാണ്. കേന്ദ്രത്തിന്റെ പദ്ധതികളാകുമ്പോൾ കേന്ദ്രത്തിലെ MP-മാർ സർക്കുലറുകളുണ്ട്, ആരൊക്കെയാണ് അതിനകത്ത് പങ്കെടുക്കേണ്ടത്. ആ ധാരണയ്ക്കനുസരിച്ച് തന്നെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ പ്രകാശ് ജാവദേക്കറിന്റെ കാര്യം രാജേഷ് പറഞ്ഞു. ഇപ്പൊ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടിക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തിന് പലതവണ ശ്രമിച്ചിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു ഗതികേട് സംസ്കൃത യൂണിവേഴ്സിറ്റിക്കുണ്ടായി. അപ്പൊ BJP-യുടെ നേതാക്കന്മാരായിട്ടുള്ള മന്ത്രിമാർ അവരുടെ സംഘടനാ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും വരുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ട് സമയം കണ്ടെത്തുന്നില്ല എന്ന ഭാഗം യാഥാർത്ഥ്യമാണ്. അവർ യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രിമാരെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള പദ്ധതികളും ഉദ്ഘാടനത്തിന് ആവശ്യപ്പെടുമ്പോൾ സമയം കണ്ടെത്തുകയും വരികയും ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് കുറവുകൾ സംഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ കേരളത്തിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പ്രധാനമന്ത്രി തന്നെ വരണം എന്ന ആഗ്രഹം കേരളമാണ് പ്രകടിപ്പിച്ചത്. ലക്നോ ഉൾപ്പെടെ ഏത് രൂപത്തിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിലും പ്രധാനമന്ത്രി തന്നെ വേണം എന്ന നിലപാടാണ് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് ഇനിയും താമസിച്ചു. ശോഭാ സുരേന്ദ്രനെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന BJP നേതാക്കന്മാർ EM ഓഫീസിലേക്ക് വലിയ ആക്സസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിവേഗത്തിൽ തന്നെ ഏത് രീതിയാണെന്ന് ഒരു മാസം ഒരു കത്തോടെ കിടക്കുമ്പോൾ അവർക്ക് ഇടപെട്ട് വേണമെങ്കിൽ ഇത് ഏത് രീതിയാണെന്ന് നിശ്ചയിച്ചാൽ അത്രമാത്രം ആക്സസ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം KMRന്റെ MD തന്നെ അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EM ഓഫീസുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട്, ഒരു സമയം നിശ്ചയിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ഈ ശ്രീധരൻ സാർ എന്ന മുഖ്യമന്ത്രിയെ കണ്ട് അതിവേഗത്തിൽ ഉദ്ഘാടനം ചെയ്യണം, ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല എന്ന രൂപത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ട്. അപ്പൊ നാടിന്റെ പൊതുവികാരമാണ് എത്രയും പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുക. അറിയാം ശ്രീ രാജീവ്, കൊച്ചി മെട്രോ ഫിനാൻഷ്യലി വയബിൾ അല്ല. അത് ഇപ്പോൾ ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള പദ്ധതിയായിട്ടാണ് തൽക്കാലം കമ്മീഷൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കാക്കനാടേക്കും പിന്നീട് തൃപ്പൂണിത്തറയിലേക്കും ഇത് വിപുലപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട അനുമതി, രണ്ടാം ഘട്ട അനുമതി, കാക്കനാടേക്കുള്ള അനുമതി തന്നെ ഒരു മാസമാണ് സാധാരണ എടുക്കുക എന്നാണ് പറയുക. പക്ഷേ ഇത് 9 മാസമോ 10 മാസമോ എടുക്കുന്നു. അപ്പോൾ കേന്ദ്രവുമായി ഇങ്ങനെ അസ്വാരസ്യം ഉണ്ടാക്കുന്നു. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ തിരുവനന്തപുരം ലൈറ്റ് മെട്രോ, കോഴിക്കോട് ലൈറ്റ് മെട്രോ അടക്കമുള്ള വ്യത്യസ്തമായ പദ്ധതികൾ ഇനിയിപ്പോൾ KMRL സംബന്ധിച്ചിടത്തോളം തന്നെ വാട്ടർ മെട്രോയിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് അനുമതികൾ സൗഹൃദാന്തരീക്ഷത്തിൽ നേടിയെടുക്കേണ്ട ഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായതൊരു വിവാദമായിരിക്കില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അല്ല, ഒരു അസ്വാരസ്യം ഉണ്ടാകാൻ സംസ്ഥാന ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. അതിനാൽ പ്രധാനമന്ത്രിയെ വിളിച്ചിലേക്ക് ഇല്ലായിരുന്നു. നേരെ അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററുടെ സൗകര്യം നോക്കി, മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി ഉദ്ഘാടന തീയതി നിശ്ചയിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ DMRC-യുമായി ബന്ധപ്പെട്ടായാലും കേന്ദ്രത്തിന്റെ തലത്തിലായാലും മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിപ്രായമെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാകും, പ്രധാനമന്ത്രി തന്നെ വരട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രിയും ഗവൺമെന്റും തന്നെയാണ് സ്വീകരിച്ചത്. അല്ലാതെ ഒരു അസ്വാരസ്യം ഉണ്ടാക്കുന്നതിൽ ഇത് ആവശ്യമില്ലാത്ത വിവാദമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്.
യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് മഹാരാജാസ് വരെ, കാരണം പാലാരിവട്ടം വരുമ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഈ മെട്രോയിൽ കയറുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് എല്ലാ വിഭാഗം ആളുകളും ലുലുമാട് കാണാൻ വന്ന ആ സന്ദർഭം പോലെ തന്നെ മെട്രോ കാണാനും അതിനകത്ത് കയറാനും വരികയും അതൊരു ഗതാഗതക്കുരുക്കിന് ഇടയാക്കുമോ എന്ന ആശങ്ക കൂടി ഉള്ളത് കൊണ്ടാണ് മഹാരാജാസ് വരെ ആകേണ്ടതില്ലേ എന്ന ഒരു അഭിപ്രായം സർക്കാർ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് പാലാരിവട്ടം വരെ ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു 3-4 മാസത്തിനുള്ളിൽ മഹാരാജാസിലേക്ക് എത്തിക്കുക നിലപാട് ശീതൻ സാറിനെ പോലുള്ള ആളുകൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴും എല്ലാ MLA മാരെയും വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അഭിപ്രായം ആരാഞ്ഞു. അതിനെ തുടർന്നാണ് ഈ ഉദ്ഘാടനത്തിലേക്ക് ഇപ്പോൾ പാലാരിവട്ടം വരെ എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിലൊന്നും കേന്ദ്രവുമായിട്ട് ഒരു തരത്തിലുള്ള അസ്വാരസ്യത്തിനോ തർക്കങ്ങൾക്കോ ഒരു ഘട്ടത്തിലും നിന്നിട്ടില്ല. ഇന്നത്തേതും ഒരു അനാവശ്യമായ വിവാദമായിട്ടേ കാണുന്നുള്ളൂ. കാരണം 30-ന് ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു മെറ്റീരിയൽ എവിഡൻസ് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. KMR സൈറ്റിൽ തന്നെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ക്ഷണിച്ചുകൊണ്ടുള്ള അവരുടെ ബിഡ് ക്ഷണിച്ചുകൊണ്ടുള്ളത് തന്നെ സൈറ്റിൽ വന്നിട്ടുണ്ട്. 30 എന്നുള്ളത് ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് ആലോചിച്ചിട്ടില്ല. കാരണം പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിന് ശേഷം ഒരു തീയതി ഏകപക്ഷീയമായി പ്രകടിപ്പിക്കാൻ രീതി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടേ ഇല്ല. UPA സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാക്കനാടേക്കുള്ള ഒരു എക്സ്റ്റൻഷൻ അത് സാധാരണഗതിയിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കുന്നു എന്നുള്ളത് ഈ സർക്കാരുമായി സംസ്ഥാന സർക്കാർ പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നതിന്റെ സൂചനയാണ്. നമ്മുടേതൊരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ കേന്ദ്രവുമായി നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തിയാൽ മാത്രമാണ് നമ്മൾക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. UPA സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പദ്ധതി ഇവിടെ തുടങ്ങുന്നതും അതിന്റെ പൂർത്തീകരണം ഇന്ന് പൂർത്തിയാകാൻ പോകുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വരാതിരിക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എടുത്ത ഈ സമീപനം, പ്രധാനമന്ത്രിയെ വേണമെങ്കിൽ അവർക്ക് പങ്കെടുപ്പിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? നമുക്കിതിന്റെ എക്സ്റ്റൻഷൻ വർക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കിത് കാക്കനാട്ടേക്കും നെടുമ്പാശ്ശേരിയിലേക്കും അങ്കമാലിയിലേക്കും ഒക്കെ ഇതിന്റെ എക്സ്റ്റൻഷൻ വർക്കുകൾ പോകുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വിഹിതം കൂടി, ഒരു സഹായം കൂടി ഇല്ലാതെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയധികം ലാഭകരമല്ലാത്ത ഈ പദ്ധതിയെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രിയെക്കുറിച്ചും ആതിഥ്യ മര്യാദകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് 2 സർവകക്ഷി സംഘത്തെ ഈ അടുത്ത കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി കാണാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അവിടെയും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെയാണല്ലോ നരേന്ദ്രമോദി. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ BPL ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് അരി ലഭിക്കുന്നില്ല എന്ന പരാതി പറയാൻ പോലും ചെന്നിട്ട് കാണാത്ത ഭരണകൂടമാണ്. ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഐക്യ സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കാണാൻ ചെന്നിട്ട് അവരെ കാണാത്ത പ്രധാനമന്ത്രിയാണ്. അപ്പോൾ 2 ഭാഗത്തും, പ്രധാനമന്ത്രിയുടെ ഭാഗത്തും സ്റ്റേറ്റിന്റെ ഭാഗത്തും ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കി, അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അതിന്റെ ദാരുണമായിട്ടുള്ള ഫലം വന്നു ഭവിക്കുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരനിലേക്കാണ്, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനിലേക്കാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞതുപോലെ കാക്കനാട്ടേക്കുള്ള എക്സ്റ്റൻഷൻ അത് 1 മാസം കൊണ്ട് അതിന്റെ സാങ്ഷൻ ലഭിക്കേണ്ടതാണ്. 9 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് തൃപ്പൂണിത്തുറ വരെ പോകേണ്ടതുണ്ട്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 15% ഓഹരി വിഹിതത്തോടുകൂടി അതിന്റെ ഷെയർ കേന്ദ്രം നൽകേണ്ടതുണ്ട്. അറിയാമല്ലോ, UPA സർക്കാരിന്റെ കാലത്ത് ഒരുപാട് വിവാദങ്ങൾ മെട്രോയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അത് കേരളത്തിലായിരുന്നു. DMRC ഏൽപ്പിക്കണോ വേണ്ടയോ എന്നതൊക്കെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. വെറും 6-7 ലക്ഷം പേർ മാത്രം താമസിക്കുന്ന ഒരു നഗരത്തിന് മെട്രോ വയബിളല്ല എന്നറിഞ്ഞിട്ടും കേന്ദ്രം സംസ്ഥാന താല്പര്യം പരിഗണിച്ചത് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. സമാനമായ വിധത്തിലുള്ള ഒരു സഹകരണം BJP സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. നേരത്തെ ഷിയാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ കേരള സംഘത്തെ അനുവദിക്കാതിരിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് എന്നുകൂടി ഓർക്കുമ്പോൾ ആ ഒരു ബന്ധം തീരെ ആശാസ്യമല്ല. നോക്കൂ, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കും കേട്ടോ. കാരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട രാജീവിനോട് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ പാർട്ടിയാണല്ലോ കേരളം ഭരിക്കുന്നത്. ഏത് ഡേറ്റിൽ പ്രധാനമന്ത്രിയെ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കട്ടെ. അപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ചില കത്തുകൾ പോകുമ്പോൾ ആ കത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും, ഇന്ന ഡേറ്റിനും ഇടയിൽ അങ്ങ് വന്നാൽ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു എന്നായിരിക്കണം. എനിക്കെന്തായാലും ബഹുമാനപ്പെട്ട രാജീവിന്റെ അത്രയും ഈ കാര്യത്തിൽ പരിചയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് എനിക്ക് എന്റെ പൊന്നു സാറേ എനിക്ക് അത്ര ആക്സസ് ഒന്നുമില്ല, ഞാനൊരു പാവം. പക്ഷെ അങ്ങയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുതിയ കത്ത്
ബഹുമാനപ്പെട്ട രാജീവ്, ഏത് ഡേറ്റിലാണ് പ്രധാനമന്ത്രിയെ വരാൻ ക്ഷണിച്ചിട്ടുള്ളത്? അതൊന്ന് ദയവ് ഇത് പ്രേക്ഷകരോട് പറഞ്ഞാൽ നന്നായിരിക്കും. മറ്റൊരു കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് ഇത്തരത്തിലുള്ള കത്ത് ഇടപെടൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പറയേണ്ടത് അങ്ങക്ക് സാധിക്കുന്ന ഒരു ഡേറ്റ്, ആ ഡേറ്റ് ചോദിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അതുകൂടി ഈ ചർച്ചയിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിന്റെ അഗാധമായിട്ടുള്ള തലത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ പറയാം. കാരണം ഇപ്പൊ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ചർച്ചയിൽ ഞാൻ വന്നിരിക്കുന്നത്. അതിന്റെ 100% വിവരം അത് തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണാൻ ഡീമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ നിന്ന് ആളുകൾ ചെല്ലാൻ തീരുമാനിച്ചത് ഇന്ന ദിവസം ഇത്ര മണിക്ക് ഞങ്ങൾ അവിടെ എത്തുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ് വേണം എന്നാ പറഞ്ഞത്. അതല്ലാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് അങ്ങക്ക് സൗകര്യമുള്ള ഒരു ഡേറ്റ് തരൂ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അവിടെ ഉന്നയിക്കാനുണ്ട് എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. ആ കാലയളവിൽ കൃത്യമായിട്ടുള്ള ചർച്ച, എല്ലാ ചാനലുകളിലും ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ച ഡീമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളതാണ്. അന്ന് രാജ്യത്തെ ഒരു ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്തെ അഖിലേഷ് യാദവ് പോലും അവിടെ ടാക്സ് കൂടുതൽ പിരിച്ചെടുക്കാൻ വേണ്ടി ഡീമോണിറ്റൈസേഷന്റെ ഗുണഫലങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോൾ, അവിടെ കാർഡ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ, ഇവിടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എങ്ങനെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിച്ച് വാർത്തകൾ ഉണ്ടാക്കണം, ചർച്ചകൾ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹിച്ചത് എന്നുള്ളതും ചാനൽ നിരീക്ഷിച്ച മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അതിന്റെ ഒന്നും തലത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 1000 കോടി രൂപ ഫാക്ടറിന് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് പാർക്കിന് 600 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, IITക്ക് എത്ര കോടി ചെലവായാലും വേണ്ടില്ല 500 ഏക്കർ സ്ഥലം ഏറ്റെടുത്താലും അത് ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കും എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ മെട്രോയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാലതാമസവും, പൈസ കിട്ടാനുള്ള ഒരു കാലതാമസം പോലും ഈ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് എനിക്ക് അടിവരയിട്ടുകൊണ്ട് പറയാൻ സാധിക്കും. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വകുപ്പ് മന്ത്രിയുമായിട്ട് കാണാൻ സാധിച്ച ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചൊന്നും തർക്കിക്കേണ്ട. പക്ഷേ കേന്ദ്ര ഗവൺമെന്റുമായി അകലം പാലിക്കുന്നത് നിങ്ങളാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ്. പക്ഷേ അത് ഭരണകൂടത്തിന്റെ കൂടി ഇടപെടലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള യുദ്ധപ്രഖ്യാപനത്തിനൊന്നും നിൽക്കാതെ കേന്ദ്ര ഗവൺമെന്റിന് അവസരം കൊടുക്കുക. അവരെ ക്ഷണിച്ചാൽ, ആ ഡേറ്റ് ആവശ്യപ്പെട്ട് വിളിച്ചാൽ കിട്ടും. അത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ചെയ്യുക. ഇനി അല്ല, കേരളത്തിന്റെ മെട്രോ അത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പ്രധാനമന്ത്രിയുടെ ഡേറ്റ് കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അദ്ദേഹം നയപരമായ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി ഇന്ത്യയിലെ മുഴുവൻ പ്രധാനമന്ത്രിമാർക്കും കത്തയക്കുമായിരുന്നു. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, അവരുടെ വാദമുഖങ്ങൾ കേൾക്കുവാൻ തയ്യാറായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും കേൾക്കുവാൻ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറല്ല എന്ന് മാത്രമല്ല, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും വേറൊരു രീതിയിൽ കാണുന്ന സമീപനമാണ് പ്രധാനമന്ത്രിയുടെ കൊച്ചി മെട്രോ പ്രധാനമന്ത്രിയെ ക്ഷണിക്കേണ്ടതുണ്ടോ? അങ്ങനെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു വലിയ സംഭവമായി കൊച്ചി മെട്രോയെ കാണേണ്ടോ? 2 മിനിറ്റ്. അല്ല, പ്രധാനമന്ത്രിയെ ക്ഷണിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. പല സ്ഥലത്തും അതിൻ്റെ പ്രൊവഗേറ്റീവ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. പക്ഷേ എന്തിനാണ് സംസ്ഥാന ഗവൺമെൻറ് ഇൻവിറ്റേഷൻ നേരത്തെ കണ്ടുകൂട്ടി കൊടുത്തത് എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. അപ്പോൾ ഇൻവിറ്റേഷൻ കൊടുക്കുകയും അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വരുന്നതിന് മുമ്പ് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ അത് നടത്തുന്നു എന്ന് പറയുന്നതിൽ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. അതുപോലെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊച്ചി മെട്രോ റെയിൽ പോലെ ഒരു ജോയിൻറ്റ് വെഞ്ചർ നടത്തുന്ന ഒരു കമ്പനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉള്ള ഒരു പ്രോജക്റ്റിന് തീർച്ചയായിട്ടും ഇനി ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്രോജക്ട്സ് ആണെങ്കിലും മറ്റ് പദ്ധതികളാണെങ്കിലും ലൈറ്റ് മെട്രോ പദ്ധതികളാണെങ്കിലും എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ പിന്തുണ വേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ ആ രീതിയിൽ അതിനെ നോക്കിക്കാണണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ?
സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ രാവിലെ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിസഭാ ഉപസമിതിയുടെ തലവൻ എന്നുള്ള നിലയിൽ ഈ മാസം തന്നെ പ്രധാനമന്ത്രി എത്തണമില്ലെങ്കിൽ അനന്തമായി കാത്തിരിക്കാനാകില്ല, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു. വൈകിട്ടാകുമ്പോൾ പിണറായി വിജയൻ തന്നെ വാർത്താലേഖകരെ കണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നറിയില്ല, എന്തായാലും പ്രധാനമന്ത്രി ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ വേറൊരു ഉദ്ഘാടകനെ തീരുമാനിക്കൂ എന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു MP രാജേഷിന്റെ കാര്യം. IIT-യുടെ തറക്കല്ലിടൽ ചടങ്ങിന് വരാൻ പ്രകാശ് ജാവ്ദേക്കർ തയ്യാറാകുന്നില്ല എന്ന്. പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ 11/4 അയച്ച കത്താണ്. സംസ്ഥാനത്തെ അറിയിക്കുക, പ്രധാനമന്ത്രി ഡേറ്റ് ഫിക്സ് ചെയ്ത് വരികയാണ്, നിങ്ങളെ അറിയിക്കുന്നതായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടായില്ല. അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ഞാൻ അതിൽ പറഞ്ഞല്ലോ, അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊവോഗേറ്റീവാണ്. എനിക്ക് തോന്നുന്നു ഇൻവിറ്റേഷൻ കൊടുത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നുള്ളൊരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അതിനുശേഷമായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യരുതായിരുന്നു. ഇതിൽ രണ്ടിലും ഒരു വൈരുദ്ധ്യം നമ്മൾക്ക് ഫീൽ ചെയ്യും. സ്വാഭാവികമായിട്ടും ഒരു ഇൻവിറ്റേഷൻ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഡേറ്റ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് അത് ഉചിതമായ ഒരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് പല രീതിയിലും ഒരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് തന്നെ ഇതിനെ ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉറപ്പുവരുത്തണമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയെയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ പ്രോജക്റ്റിന് വേണ്ടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇനിയുള്ള ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്രോജക്ട്സിനും സെൻട്രൽ ക്യാബിനറ്റിൻ്റെ അടക്കമുള്ള ക്ലിയറൻസുകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇപ്പോൾ ഇവിടുത്തെ BJP ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വികസന പദ്ധതിക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്ന് എനിക്ക് തോന്നുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നത്. പക്ഷേ തീർച്ചും അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രൊവോഗേറ്റീവ് തന്നെയാണ്. മെട്രോ റെയിലിനെ സംബന്ധിച്ച്, ഉദ്ഘാടനം സംബന്ധിച്ച്, അതിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എടുക്കേണ്ടി. നമുക്കറിയാം, മെട്രോ കാക്കനാട് മാത്രമല്ല നെടുമ്പാശ്ശേരിയിലേക്കും അങ്കമാലിക്കും നീട്ടിക്കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ച ഗവൺമെന്റാണ് കേരളത്തിനകത്തുള്ളത്. അത്രമാത്രം വിശാല കാഴ്ചപ്പാടാണ്. ഈ മാസം 25-ാം തീയതി സംസ്ഥാന ഗവൺമെന്റിന്റെ 1ാം വാർഷികമാണ്. സമാനമായ അല്ലെങ്കിൽ ഒരു മാസത്തിനിടയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെയും 3-ാം വാർഷികം വരുന്നത്. ഇതൊരു ആഘോഷമാക്കി, വികസന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം എപ്പോഴും ഊഷ്മളമായിരിക്കണം. ഇതൊരു ആഘോഷമാക്കി എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ റോളുണ്ട്, ഈ സ്ഥലത്തെ MLA, കളമശ്ശേരിയിലെ MLA ഇബ്രാഹിം കുഞ്ഞിൻ്റെതായ റോളുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരെയും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോയി ഒരു മഹാസംരംഭമാക്കിയാൽ ഇതിന്റെ ബാക്കിയുള്ള എക്സ്റ്റൻഷൻ കൂടി സൗഹാർദ്ദപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, കേരളത്തിലെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ്. കാരണം വികസനത്തിന്റെ രാഷ്ട്രീയം ലക്ഷ്യമാണുള്ളത്. അത് എല്ലാ മേഖലയിലും ആ കാര്യത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ മേഖല, ഏത് മേഖല നോക്കിയാൽ ഇപ്പോ മഴക്കുഴി നിർമ്മിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഒരു മിനിറ്റ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഇദ്ദേഹം പറഞ്ഞതുകൊണ്ടാ. ഇപ്പോ തീർച്ചയായിട്ടും കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഇപ്പൊ ഒരു പുതിയ കൂട്ടുകെട്ട് ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യത്തിലും വിമർശിക്കുക. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനും BJP-യും അത് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് അതിന്റെ ഭരണഘടന അനുശാസിക്കുന്ന അതിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഉറപ്പ് പാലിക്കാൻ കേന്ദ്രത്തിന് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട്. ഇദ്ദേഹം സൂചിപ്പിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് 1957-ൽ 59-ൽ VMS-ന്റെ ഗവൺമെന്റ് പിരിച്ചുവിട്ടത്. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പല സന്ദർഭം തടസ്സം നിന്നിട്ടുണ്ട്. നമ്മളിത് രാഷ്ട്രീയമായി എടുക്കാൻ പാടില്ല. ഇവിടുത്തെ തൊഴിലാളികളും ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കാര്യത്തിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോയി ബഹുമാനപ്പെട്ട നികേഷ്, കേരളത്തിലെ അല്ലെങ്കിൽ കളമശ്ശേരി, എറണാകുളം ഈ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മെട്രോ റെയിലിന്റെ ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നടക്കണമെന്നുള്ളതാണ് താല്പര്യം. പ്രധാനമന്ത്രി തന്നെ വന്ന് നടത്തണമെന്ന് താല്പര്യമൊന്നും ജനങ്ങൾക്കില്ല. എത്രയും പെട്ടെന്ന് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടണം, അതാണ് ഞങ്ങളുടെ താല്പര്യം. ഈ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ വിവാദം ഉണ്ടാക്കണമെന്നില്ല.
രാജ്യത്തെ പ്രശ്നമല്ല അവരെ സംബന്ധിച്ചുള്ളത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ കൂടി പങ്കാളിത്തമുള്ള പദ്ധതിയാണ്. 1000 കോടി രൂപ കേന്ദ്ര സർക്കാർ തന്നതാണ്. അപ്പോൾ പ്രധാനമന്ത്രി ക്ഷണിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഇല്ലയോ വരുന്നുണ്ടോ ഇല്ലയോ എന്നെ സംബന്ധിച്ചൊരു അറിയിപ്പ് തരുന്നതിന് മുമ്പ് മര്യാദകേടല്ലേ അതിനിടയിൽ കയറി ഡേറ്റ് പ്രഖ്യാപിക്കുക എന്നുള്ളത്? മര്യാദയായിട്ട് അന്തിമ വാക്കായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതാണ് ആധികാരികമായി അന്തിമമായി കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും വിശ്വസിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്താ? 30-ാം തീയതി തന്നെ നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. മുഖ്യമന്ത്രി മാത്രം ആണോ അന്തിമ വാക്ക്? ബാക്കിയുള്ളവരെല്ലാം വായി തോന്നുന്നത് അന്തിമ വാക്ക് ഭരണത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ തന്നെ. പക്ഷെ ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം വായി തോന്നിയതാണോ പറയാം? അല്ലല്ല, എന്തെങ്കിലും തിരുത്തലുണ്ടോ മുഖ്യമന്ത്രി പറയും. അത് ആധികാരികമായിട്ടുള്ളതാണ്, അന്തിമമായിട്ടുള്ളത്. ശരി, അന്തിമമായി മുഖ്യമന്ത്രി അക്കാര്യത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അഭിപ്രായം എന്താണ് എന്നെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയുണ്ട്. കൊച്ചി മെട്രോ ഉദ്ഘാടന തീയതിക്ക് അനന്തമായി കാത്തു നിൽക്കാനാകില്ല എന്നും പ്രധാനമന്ത്രി വരുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ രാവിലെ പറഞ്ഞിരുന്നു. അതല്ല, പ്രധാനമന്ത്രിക്ക് കത്തയച്ച് കാത്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വരുന്നില്ല എന്നറിയിക്കുകയാണെങ്കിൽ മാത്രമേ മറ്റൊരു ഉദ്ഘാടകനെ നിശ്ചയിക്കൂ എന്ന് പിണറായി വിജയൻ തിരുത്തുകയും ചെയ്തു. ശ്രീ ഹൈബി ഈഡൻ, കൊച്ചി മെട്രോ താങ്കൾക്ക് വ്യക്തമായി അറിയാം, അതിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി നമ്മൾ ഓടി നടക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോകൾ നമുക്ക് അനുവദിച്ച് കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ ബാക്കി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു സൗഹൃദാന്തരീക്ഷം അനിവാര്യമല്ലേ? UPA സർക്കാരിൻ്റെ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഒരു BJP സർക്കാർ നിങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ എതിർപ്പുള്ളതാണ് എങ്കിൽ പോലും അത് നമ്മളെ ബാധിക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾക്ക് ഇപ്പോൾ പല സ്റ്റേറ്റിലും അവരുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ CM തന്നെയാണ് ഈ പദ്ധതികളെല്ലാം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇവിടെയും CM തന്നെ ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തിനാണ് പ്രധാനമന്ത്രിയുടെ ഡേറ്റിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചരണം കൊടുത്തത്, അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തതിൻ്റെ ആവശ്യകത എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഇൻവിറ്റേഷൻ കൊടുത്താൽ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സാമാന്യ മര്യാദ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അതിന് പോസിറ്റീവോ നെഗറ്റീവോ ആയ റെസ്പോണ്ട് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ പരീക്ഷണോട്ടം സക്സസ്ഫുള്ളായി. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ അത് പൊതുസമൂഹത്തിന് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കണം എന്ന ശക്തമായ ഒരാവശ്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൂടി പരിഗണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം സ്വാഭാവികമായിട്ടും സ്വാഗതാർഹമാണെങ്കിലും ഫ്യൂച്ചർ ലൈറ്റ് മെട്രോയിൻ്റെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത് അടക്കമുള്ള അതിൻ്റെ ഇനീഷ്യൽ ഫേസസിൽ പോലും നമ്മളായിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ, കാക്കനാടേക്കുള്ള എക്സ്റ്റൻഷൻ്റെ ക്യാബിനറ്റ് ക്ലിയറൻസ്, അതുപോലെ ഇനി തുടർന്നുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവകരമായ ചർച്ച നടക്കേണ്ടതുള്ളത് കൊണ്ടും അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ പിന്തുണ വേണ്ടതുള്ളതും കൊണ്ട് അത് ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പണി തീരുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തി മെട്രോ ഓടിക്കുകയും ഇപ്പോൾ 13.5 കിലോമീറ്റർ ഈ മെട്രോ പണി പൂർത്തീകരിച്ച് മെട്രോ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. ഇതിൽ വിവാദത്തിലേക്ക് കൊണ്ടുപോകാതെ കേന്ദ്രത്തിൽ നിന്നും പ്രധാനമന്ത്രിയെ മാത്രം വെക്കാതെ വേറെ ഏതെങ്കിലും ഒരു മന്ത്രിമാരെ കൊണ്ട്, കേന്ദ്രമന്ത്രിമാർ ഒരുപാട് പേരുണ്ട്, ഈ കേന്ദ്രമന്ത്രിമാരെ കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രപതിയെ കൊണ്ടോ ഇത് മെട്രോ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം. ഇത് വിവാദങ്ങൾ കൊണ്ട് ഇത് തടസ്സപ്പെടുത്തരുത്, നീട്ടിക്കൊണ്ടുപോകരുത്. ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ 13.5 കിലോമീറ്റർ എങ്കിലും കൊച്ചി മെട്രോ ഓടി തുടങ്ങിയത്. അതിന്റെ കാരണം കോൺഗ്രസും ഉമ്മൻചാണ്ടിയുമാണ്. അവരാണ് ഈ ഗവൺമെന്റ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. 2004 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ DPR അന്ന് സമർപ്പിച്ചത്. അന്ന് 2004 UPA ഗവൺമെന്റ് DPRന് അനുമതി കൊടുത്തില്ല. അതിനുശേഷം 6 വർഷക്കാലം VS അച്യുതാനന്ദൻ കാലഘട്ടത്തിലാണ് ഇത് DMRC ഏൽപ്പിക്കാനും പൊതുമേഖലയിലുള്ള സംരംഭമാക്കി മാറ്റിയെടുക്കാനുമുള്ള ഒരു വലിയ 2006 മുതൽ അധികാരത്തിൽ വന്ന് 5 വർഷക്കാലം ഇതിന്മേൽ അണിയിരിക്കുകയായിരുന്നു. ഈ പദ്ധതി 2013 തുടങ്ങുവാൻ ഉമ്മൻചാണ്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും വരേണ്ടി വന്നു. അച്യുതാനന്ദനൊന്നും സാധിച്ചില്ല.
അച്യുതാനന്ദന് ഒന്നും സാധിച്ചില്ല. ഒരു കാര്യം വർഷക്കാലം സമരവുമായതല്ലാതെ ഒന്നും ഇതിന്റെ പേരിൽ ഇത് ഞങ്ങളുടെ എട്ടുകാലി മമ്മുഞ്ഞിന്റെ സ്വഭാവമാണ്. കഴിഞ്ഞ ദിവസമല്ലേ നെടുമ്പാശ്ശേരിയിലെ ടെർമിനൽ 3 അതിന്റെ ഉദ്ഘാടനം നടന്നത്? എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വിളിച്ചില്ല? ഐക്യ ജനാധിപത്യ 2006 BSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇതിന് അനുമതി ചോദിച്ചുകൊണ്ട് UPA ഗവൺമെന്റിനെ ബന്ധപ്പെട്ടപ്പോൾ അനുമതി കൊടുക്കാതെ ഇത് തടഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോൾ അനുമതി കൊടുക്കുകയാണ് ചെയ്തത് UPA ഗവൺമെന്റ്. അത് തന്നെ ഡൽഹി മെട്രോനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും എല്ലാം തന്നെ മറ്റ് സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത്. പി രാജീവിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും DYFIയുടെയും എല്ലാം തന്നെ വലിയ പ്രതിഷേധം ഇവിടെ ഉയർന്നപ്പോഴാണ് ഡൽഹി മെട്രോനെ ഏൽപ്പിക്കാനും ശ്രീധരനെ ഏൽപ്പിക്കാനും എല്ലാം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തീർച്ചയായും 2004 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ആദ്യം ഇതിന് DPR കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. ചോദ്യം അതല്ല. DMRCയെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പിന്നെ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത് മാറ്റി സ്വകാര്യ കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കാനല്ല, DMRC തിരക്കായതുകൊണ്ട് അടക്കം വിവിധ മെട്രോകളുടെ തിരക്കുകളായിരുന്നത് കൊണ്ട് അന്ന് ബഹുമാന്യനായ ശ്രീ AK ആന്റണിയും പ്രധാനമന്ത്രിയും അന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതും അടക്കമുള്ള ആളുകൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ശ്രീധരനോട് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ്, അല്ലാതെ ഇടതുപക്ഷവുമല്ല CPM-ഉമല്ല. ഇവിടെ ഇപ്പൊ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആർക്ക് പോകുന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പൊതുജനം എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു ക്രെഡിറ്റില് ഒരു ഭൂരിഭാഗം പങ്കും ശരിക്കും പറഞ്ഞാൽ UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൂടെയാണ് ഇതിന്റെ മെജോറിറ്റി ഓഫ് ദ ഡെവലപ്മെന്റ് ഇത് പോയി കഴിഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വിഷയം അതല്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കക്ഷികളെ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയല്ല. UDFന്റെ ഒരു വികസനത്തിന്റെ ഒരു പങ്ക് നമുക്ക് ഒരിക്കലും ജനം തള്ളിക്കളയില്ല. ഇവിടെ എന്താ വെച്ചാൽ 2 വാക്കുകളൂടെ ഉപയോഗിച്ചുകൊണ്ട് കോഡിയൽ റിലേഷൻ. ആ കോഡിയൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സർക്കാരിന്, അതായത് പിന്നെ പരസ്പര ധാരണ, ഇത് രണ്ടും ഇല്ലാത്തിടത്തോളം കാലം ഒരു പദ്ധതിയും LDF ഗവൺമെന്റിനെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പരസ്പര ധാരണയോടും പരസ്പര വിശ്വാസത്തോടും ഗവൺമെന്റിനകത്ത് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ് ഈ 5 കൊല്ലക്കാലം കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിൽ മെട്രോയുടെ ബാക്കി പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിൽ നിന്നുകൊണ്ടും ലഭിക്കേണ്ടത് ലഭിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തെ പോലും വിശ്വസ്തരെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മെട്രോ നീട്ടിക്കൊണ്ടുപോകുന്ന രാഷ്ട്രീയ ഇവിടെ താങ്കൾക്കറിയാമല്ലോ, ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വിഴുപ്പലക്കലിന്റെ വിഷയമല്ല. നമുക്കറിയാം, കൊച്ചി മെട്രോ ഫെയിൽ ആവുകയാണ് എങ്കിൽ മറ്റ് നഗരങ്ങളിലേക്കുള്ള മെട്രോകളെ പോലും അത് ബാധിക്കും. ഇപ്പോൾ 8000 കോടി രൂപയുടെ പദ്ധതിയാണിത്. ഈ 8000 കോടി രൂപയുടെ പദ്ധതി ഈ കൊച്ചിക്കാർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഉപയോഗിക്കുകയാണ് എങ്കിൽ ഈ കാറുകാര്, ബൈക്കുകാര് അവരുടെ വാഹനങ്ങളിൽ യാത്ര തുടരുകയാണെങ്കിൽ വലിയ പരാജയമായി പോകും. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ തൊടിയിക്കുന്നില്ല എന്ന കുമ്മനത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. IIT അടക്കമുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ വിളിച്ചാൽ വരുന്നില്ല എന്ന MP രാജേഷിന്റെ കമന്റ്, ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന പദ്ധതികളെ, പ്രോജക്റ്റുകളെ ബാധിക്കില്ലേ? അല്ല, സ്വാഭാവികമായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ വൈകാരികമായി അവരുടെ ലീഡേഴ്സും പ്രവർത്തകരും റെസ്പോണ്ട് ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷെ വികസന പദ്ധതികളെ നോക്കി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നരേന്ദ്ര മോഡിയോ BJPയോ എടുക്കുന്ന നിലപാടും ആ നയങ്ങളും നമ്മൾ അനുകൂലിക്കുന്നില്ല. പല വിഷയങ്ങളിലും നമ്മൾക്കെതിരായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ വികസന പദ്ധതികൾ കേരളത്തിൻ്റെ ഒരു കോമൺ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പദ്ധതികൾ
1 വർഷം കൊണ്ട് വരേണ്ട 2 വർഷം കൊണ്ട് വരേണ്ട പദ്ധതികൾ 5-6 വർഷം കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മൾക്കതിൻ്റെ പ്രയോജനം ലഭിക്കില്ല. അപ്പോൾ അതിന് ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നോക്കി കാണണം. അതിൽ BJP നേതാക്കന്മാരും അതിനെ ആ രീതിയിൽ കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. ഫിനാൻഷ്യലി വയബിൾ അല്ല കൊച്ചി മെട്രോ പദ്ധതി എന്നുള്ളത് നമ്മളെല്ലാവരും നേരത്തെ തന്നെ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സാമ്പത്തികമായ പരാജയത്തിന് സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഫുൾ ടൈം എക്സ്പാൻഷൻ സാധ്യമാണെന്ന് ഇവിടുത്തെ MLA എന്നുള്ള നിലയിൽ ഹൈബിക്ക് തോന്നുന്നുണ്ടോ? കൊച്ചി മെട്രോൻ്റെ ഇനീഷ്യൽ സ്റ്റഡിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഫിനാൻഷ്യലി വയബിൾ അല്ല എന്നുള്ളതാണ്. എന്നാൽ കൂടുതലും കൂടി എക്കണോമിക് ഫീസിബിലിറ്റി തോന്നുന്ന ഒരു ലൈനാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് തുടങ്ങി ഇൻഫോ പാർക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്ന കാക്കനാട് റൂട്ട്. ആ റൂട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ ആദ്യത്തെ ഘട്ടത്തിൽ പേട്ട വരെ നമ്മൾ പറഞ്ഞു, പിന്നെ അത് നമ്മൾ തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞ് നീട്ടി. പക്ഷേ നമുക്ക് പാലാരിവട്ടം വരെ ഇപ്പോൾ കമ്മീഷൻ ചെയ്യാൻ സാധിക്കുന്നുള്ളു. എന്തായാലും എല്ലാ സിവിൽ വർക്കും നമുക്ക് മഹാരാജാസ് വരെ പൂർത്തീകരിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചില ഡിലേസ്, ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിലേസ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ ഈ വിഷയങ്ങളിൽ എടുക്കേണ്ടതല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രൽ ക്ലിയറൻസ് കിട്ടുന്നതിൻ്റെ ആ സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ DPR സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ എല്ലാം കാലതാമസം നമ്മുടെ വലിയ രീതിയിലുള്ള നമ്മുടെ സാമ്പത്തിക മേഖലയെ, നമ്മുടെ ഇക്കണോമിക് സോണിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഫോർട്ട് കൊച്ചി പ്രദേശത്തേക്കാണെങ്കിലും അതുപോലെ തന്നെ എയർപോർട്ട്, നമുക്ക് ഈ പദ്ധതി പരാജയപ്പെടാൻ അനുവദിച്ചുകൂടാ. കാരണം ബാക്കി പദ്ധതികളെല്ലാം തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉത്തരവാദിത്ത സമീപനം എടുക്കുകയും മന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് ആശയക്കുഴപ്പത്തിനിടയാക്കിയത് എന്നറിയില്ല എന്നും പ്രധാനമന്ത്രിയുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും അക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഇല്ല എന്നറിയിക്കുകയാണെങ്കിൽ മാത്രമേ മറ്റൊരു ഉദ്ഘാടകനെ നിശ്ചയിക്കൂ എന്ന് പറയുകയും ചെയ്തതോടുകൂടി ആ വിവാദം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് നിലനിൽക്കുകയാണ്. നേരത്തെ ഹൈബി ചൂണ്ടിക്കാണിച്ചതുപോലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള ആ ലൈനിന് 1 മാസം മതിയായിരുന്നു സാധാരണഗതി അനുമതിക്ക്. പക്ഷേ 9 മാസം എടുത്തു. തൃപ്പൂണിത്തറ വരെ, പേട്ട വരെ ആയിരുന്നു, അതിപ്പോൾ തൃപ്പൂണിത്തറ വരെയാക്കി. തൃപ്പൂണിത്തറ വരെ നീട്ടേണ്ടതുണ്ട്, അങ്ങോട്ട് എയർപോർട്ട് വരെ നീട്ടേണ്ടതുണ്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ നീട്ടേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെയും കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യമാണ്. അതൊക്കെ കിട്ടുന്നതിൽ വലിയ തോതിലുള്ള അലംഭാവം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഈ മെട്രോയുടെ കാര്യത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന പദ്ധതികളെ കൂടി അത് ബാധിക്കുമോ എന്ന ആശങ്ക ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. അല്ല, ഇതിനു മുൻപ് ഒരു ചർച്ചയുണ്ടായിരുന്നു, കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ്. ആ ചർച്ചയിൽ നമ്മുടെ വടക്കോട്ടുള്ള ട്രെയിൻ, ആ ട്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് അധികം ട്രെയിൻ വേണം എന്ന് ചർച്ചകളിലും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഞങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടായി. അതായത് ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം എന്തുകൊണ്ട് ട്രെയിനുകൾ കൂടുതൽ കിട്ടുന്നില്ല. ഇത് സത്യസന്ധമായി വിശ്വസിച്ച് വകുപ്പ് മന്ത്രിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം, ഈ റെയിൽവേ പാളങ്ങൾക്ക് ഫീസിബിലിറ്റി ഇല്ല കേരളത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ കാരണം? പാളങ്ങൾക്ക് ചരക്ക് വണ്ടികളും അതുപോലെ തന്നെ യാത്രാ വണ്ടികളും ഓടാൻ വേണ്ടിയുള്ള ആകെ നമ്മുടെ പാളങ്ങളിലൂടെ അധികം വണ്ടികൾ ഓടിയിട്ട് ഫീസിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പദ്ധതികൾക്കകത്ത് അനുമതി കിട്ടാൻ വേണ്ടി കേന്ദ്രം അലംഭാവം കാട്ടുകയല്ല, അത് A to Z പഠിച്ച് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവതരിപ്പിച്ച് അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടണം. കാരണം ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അനുമതി കിട്ടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു വൈകൽ ഉണ്ടാകില്ല. കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു തീർത്താൽ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ. കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി നമുക്ക് വേണ്ടി കൊണ്ടുവന്നു. പ്രധാനമന്ത്രി അധികാരം ഏറ്റെടുത്ത ഉടൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ്. മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും ആദ്യം അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. ഈവൻ 2 മുനിസിപ്പാലിറ്റികളിൽ, ഒരു മുനിസിപ്പാലിറ്റിയിലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് 240 കോടി രൂപയും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലെ 2 മുനിസിപ്പാലിറ്റികളിലേക്ക് ഏതാണ്ട് 500 കോടിയോളം വരുന്ന തുക വന്നിട്ട് 2 വീട് പോലും സാങ്ഷൻ ചെയ്യാൻ കേരള ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. എന്താ കാരണം എന്നറിയുമോ? കേരളം വെക്കേണ്ട വിഹിതമുണ്ട്, കേരളം നീക്കേണ്ട പേപ്പറുകളുണ്ട്. ഇതെല്ലാം നീക്കാൻ കാലതാമസം വരുത്താതെ കേരളത്തിന്റെ ഗവൺമെന്റ് പണിയെടുത്താൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള ഡിലേയും വരില്ല എന്ന് ഉറപ്പുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കും അതറിയാം. പക്ഷേ ദയവ് ചെയ്ത് ഇതിൽ രാഷ്ട്രീയം കലർത്തിയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് നാട്ടിലെ ഒരു ചൊല്ലുണ്ട്, ആങ്ങൾ ചത്താലും കുഴപ്പമില്ല, നാത്തൂന്റെ കണ്ണീര് കാണണം. ആ ഒരു മനോഭാവമാണ് ഇവിടുത്തെ കേരളത്തിലെ BJPയിലെ നേതാക്കന്മാർക്കുള്ളത്.
ആ മനോഭാവം മാറാണ്ട് ഈ BJP-യുടെ പ്രവർത്തനം ശരിയാവൂല. സാധാരണക്കാരുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ LDF, UDF, NDA പറയുന്നു ഇതാ ഞങ്ങൾ ഇതിലൂടെ മെട്രോ ഓടിക്കുന്നത്. ഈ മെട്രോ കൊണ്ട് സാധാരണക്കാരന് എന്താണ് പ്രയോജനം? ഇത് ശരിക്കും യൂസഫ് അലിയുടെ ലുലുവിലേക്ക് പോകാനുള്ള സംവിധാനമാണിത്. ഇത് ഇവിടെ ബസ്സുകൾ ഇപ്പോൾ 6 മണിക്ക് ശേഷം കാലിയായി ഓടുന്നു. സാധാരണക്കാരൻ ഒരിക്കലും ഇതിൽ യാത്ര ചെയ്യൂല. ഈ ട്രാഫിക് ജാം പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ റോഡുകൾക്ക് വീതി കൂട്ടി. ഇതിന്റെ മുകളിലൂടെ ഇതോടെ കുറച്ച് ഇവിടെ ലോ ഫ്ലോർ ബസ് വന്നു. ഇന്ന് എവിടെയുണ്ട് ആ ലോ ഫ്ലോർ ബസ്? സാധാരണക്കാരൻ ഒരിക്കലും പറഞ്ഞു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കണം. ഇത് CPM-ന് ഒരു രാഷ്ട്രീയമുണ്ട്. CPM എല്ലാ കാലഘട്ടത്തിലും തുടർന്നു വരുന്നത് കോൺഗ്രസ് BJP ബന്ധം ആരോപിച്ചിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ CPM നടത്തുന്നത് ശരിക്കും BJP-യെ വളർത്തലാണ്, സംഘപരിവാറിനെ വളർത്തലാണ്. SM കൃഷ്ണ പോലുള്ളവർ ഇപ്പൊ BJP-യിൽ ചേക്കേറിയിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നാണ്. അപ്പൊ ആരാണ് വളർത്തുന്നത്, എവിടെയാണ് വളർന്നിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. നമുക്ക് BJP-യോടുള്ള വ്യക്തിപരമായ വിരോധമില്ല, കോൺഗ്രസിനോടുമില്ല, UDF-നോടുമില്ല. ഈ കേരളം ഇങ്ങനെ കടന്നാൽ പോരാ. സഖാവ് EMS-ന്റെയും AKG-യുടെയും അതുപോലെ തന്നെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റും തരത്തിലുള്ള ഒരു വലിയ വികസനം വിദ്യാഭ്യാസ രംഗത്ത് ഒരു വികസന മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അത് സിയാലാണ്. ഇപ്പോൾ KMRL കൊച്ചി മെട്രോയിലൂടെ പുതിയ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അത് റോഡ് മാത്രമല്ല, ജലഗതാഗതത്തിലും അതുപോലെ തന്നെ റോഡ് ഗതാഗതത്തിലടക്കമുള്ള പുതിയ മാതൃകകളാണ് KMRL തുറന്നു കാണിക്കുന്നത്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിലെ ഉണ്ടായിട്ടുള്ള ഈ വിവാദം ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനത്തോടുകൂടി അവസാനിച്ചിരിക്കാം. ഇത് ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന പദ്ധതിയായി തന്നെ തുടരുകയും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി അത് വിജയമാവുകയും ചെയ്യേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കോഴിക്കോട്, തിരുവനന്തപുരം ലൈറ്റ് മെട്രോകൾ കൂടി നമുക്ക് യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഊഷ്മള ബന്ധമായി തുടരണം, അല്ലെങ്കിൽ അങ്ങനെ ആകണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത്, എല്ലാവർക്കുമുള്ളത്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.